നമസ്കാരം. പ്രധാന വാർത്തകൾ. നൌഗാം സ്ഫോടനം അബദ്ധത്തിൽ സംഭവിച്ചതെന്ന് ജമ്മുകാശ്മീർ പോലീസ്. സ്ഫോടനമുണ്ടായത് പരിശോധനയ്ക്കിടെ. ഊഹാപോഹങ്ങൾ അനാവശ്യമെന്നും ഡിജിപി നളിൻ പ്രഭാത്. അന്വേഷണം ആരംഭിച്ചതായി ആഭ്യന്തര വകുപ്പ്. പൊട്ടിത്തെറിച്ചത് ഫരീദാബാദിലെ ഭീകരരിൽ നിന്നും പിടിച്ചെടുത്ത അമോണിയം നൈട്രേറ്റ്. 9 പേർ മരിച്ചു, 29 പേർക്ക് പരുക്ക്. ഡൽഹി സ്ഫോടന കേസിൽ ഒരു ഡോക്ടർ കൂടി അറസ്റ്റിൽ. പിടിയിലായത് ഡോക്ടർ റയീസ് അഹമ്മദ്. ഡോക്ടർമാരെ വിശദമായി ചോദ്യം ചെയ്യാൻ NIA. ലക്ഷ്യമിട്ടത് വൻ സ്ഫോടന പരമ്പരയ്ക്കെന്ന് ഇന്റലിജൻസ് വൃത്തങ്ങൾ. ഡോക്ടർമാരുടെ രജിസ്ട്രേഷൻ റദ്ദാക്കി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ. വിവാദങ്ങൾക്കിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുതിയ ഭരണസമിതി ചുമതലയേറ്റു. പ്രസിഡന്റായി K. ജയകുമാറും ബോർഡ് അംഗമായി K. രാജുവും സത്യപ്രതിജ്ഞ ചെയ്തു. K. ജയകുമാർ എന്ന ഞാൻ ക്ഷേത്രാരാധനയിലും ഈശ്വരനിലും വിശ്വസിക്കുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ഇന്നേ ദിവസം ചുമതലയേൽക്കും. സ്വർണ്ണക്കവർച്ചയിലെ പത്മകുമാറിനെ ഉടൻ ചോദ്യം ചെയ്യും. കേസെടുക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും. കേസുകളുടെ രേഖകൾ ആവശ്യപ്പെട്ട് ED ഹൈക്കോടതിയിൽ. ബീഹാറിൽ വോട്ട് കൊള്ളയെന്ന് ആവർത്തിച്ച് കോൺഗ്രസ്. കനത്ത തോൽവി വിലയിരുത്തി മല്ലികാർജുൻ ഖർഗെയുടെ വസതിയിൽ യോഗം. ആർക്കും വിശ്വസിക്കാവുന്ന റിസൾട്ട് അല്ല ബീഹാറിൽ വന്നിരിക്കുന്നത്. ബീഹാറിലെ ജനങ്ങളത് വിശ്വസിക്കുന്നില്ല, പാർട്ടി പ്രവർത്തകർ വിശ്വസിക്കുന്നില്ല, മറ്റു രാഷ്ട്രീയ പാർട്ടികളും അലയൻസ് പാർട്ടിയിലും വിശ്വസിക്കുന്നില്ല. സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് കടക്കാൻ NDA. നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയെന്ന് JDU. BJPക്ക് 2 ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടായേക്കും. സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടത്താനും ആലോചന. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാനാകില്ല. മുട്ടടയിലെ സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ മേൽവിലാസത്തിൽ പിശക്. കൊച്ചിൻ കോർപ്പറേഷൻ സ്ഥാനാർത്ഥി പട്ടികയിൽ ഡൊമിനിക് പ്രസന്റേഷനെതിരെ മുൻ കൌൺസിലർ ബാസ്റ്റിൻ ബാബു. ലിസ്റ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. മൊത്തം ലിസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്താൽ തന്നെ മനസ്സിലാവും. കൊളസ്ട്രോളും ഷുഗറും പ്രഷറും ഉള്ളൊരു ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. കാരണം എല്ലാം വെറ്ററൻസ് ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. കോഴിക്കോട് കോൺഗ്രസിലും പൊട്ടിത്തെറി. KPCC മാർഗരേഖ അട്ടിമറിച്ചതായി DCC സെക്രട്ടറി NV ബാബുരാജ്. മലപ്പുറം പൊന്മുണ്ടത്ത് മുസ്ലിം ലീഗ് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ കോൺഗ്രസ് പദയാത്ര. പാലത്തായി പീഡന കേസിൽ ശിക്ഷാവിധി 3 മണിക്ക്. 10 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതി K. പത്മരാജൻ കുറ്റക്കാരനെന്ന് കോടതി. ശിക്ഷ വിധിക്കുക തലശ്ശേരി പോക്സോ പ്രത്യേക കോടതി. കൊൽക്കത്ത ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 1ാം ഇന്നിംഗ്സ് ലീഡ്. KL രാഹുൽ 39 റൺസിന് പുറത്ത്. സഞ്ജു സാംസൺ ഇനി ചെന്നൈ സൂപ്പർ കിങ്സിൽ. രവീന്ദ്ര ജഡേജയും സാം കരനും രാജസ്ഥാൻ റോയൽസിൽ. വിശദമായ വാർത്തയിലേക്ക്. ജമ്മുകാശ്മീരിലെ നൌഗാം പോലീസ് സ്റ്റേഷനിലുണ്ടായ സ്ഫോടനത്തിൽ അട്ടിമറി സാധ്യതകൾ തള്ളി ജമ്മുകാശ്മീർ പോലീസ്. പരിശോധനയ്ക്കിടെയാണ് സ്ഫോടനമുണ്ടായതെന്നും മറ്റു ഊഹാപോഹങ്ങൾ അനാവശ്യമെന്നും ജമ്മുകാശ്മീർ DGP നളിൻ പ്രഭാത് പ്രതികരിച്ചു. A huge quantity of explosive substances, chemicals and reagents were also recovered from Faridabad on 9th and 10th of November 25. This recovery, like the rest of the recoveries which we have done, was transported and kept securely in the open area of police station Nowgam. As part of the prescribed procedure, the samples of the recovery had to be forwarded for further forensic and chemical examination. On account of the voluminous nature of the recovery, this process was going on for the past 2 days, which means yesterday and day before, by the FSL team. Due to the unstable and sensitive nature of the recovery, the sampling process, the handling was being done with extreme caution, with utmost caution by the FSL team. However,
Unfortunately, during this course, last night around 11:20 p.m., an accidental explosion has taken place. Any other speculation into the cause of this incident is unnecessary. In this unfortunate incident, 9 people have lost their lives, 1 personnel of SIA, 3 personnel of the FSL team, 2 crime wing photographers, 2 revenue officials who were basically part of the magistrates team, 1 tailor who was associated with the team. In addition, 27 police personnel, 2 revenue officials, and 3 civilians from the adjacent areas have received injuries. The injured were immediately evacuated to the nearest hospital, where they are being treated as we speak. The building of the police station has been very severely damaged, and even the adjacent buildings have suffered. They have also been affected. The extent of this damage is being ascertained. The cause for this unfortunate incident is being inquired into. J&K Police stands in solidarity with the families of the deceased in this hour of grief. ഇന്നലെ രാത്രിയുണ്ടായ സ്ഫോടനത്തിൽ 9 പേർ മരിച്ചു, 29 പേർക്ക് പരിക്കേറ്റു. ഫരീദാബാദിൽ നിന്ന് പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾ പരിശോധിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. സ്ഫോടനത്തിൽ സമീപവാസിയും കൊല്ലപ്പെട്ടു. പോലീസിനെ സഹായിച്ചുകൊണ്ടിരുന്നയാളാണ് കൊല്ലപ്പെട്ടത്. നൌഗാമിൽ നിന്ന് ന്യൂസ് 18 തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. हम इस वक्त नौगाम में मौजूद है और यहाँ पर आप जो ये घर देख रहे हैं, थोड़ा सा साथी से गुजारिश करूँगा, ये मकान आपको दिखाए। ये बेसिकली इनका कहना है कि मोहम्मद शफी परे है, जो गुज़श्ता रोज़ पुलिस स्टेशन में ही मौजूद है। हालांकि ये टेलर का काम कर रहे थे और पुलिस स्टेशन में पुलिस की कुछ मदद कर रहे थे, और जब ये धमाका हुआ है वो उस वक्त वहीं पर थे, क्योंकि उनके यहाँ मातम है, यहाँ पर पूरा इलाका जमा हुआ है। तो इस इलाके में क्योंकि कल जब शाम को ये धमाका हुआ तब मोहम्मद शफी परे जो पेशे से टेलर है वहीं पे मौजूद थे, पुलिस का कुछ काम कर रहे थे और धमाके के वक्त वहीं पर वो मौजूद थे। यहाँ पर मातम है, कुछ लोग हैं मेरे साथ। मुझे अपना नाम बताइए आप। शिबिर अहमद। शिबिर साहब, मुझे बताइए क्या है इनका नाम, किस तरह से आपको लगता है ये वहीं पर थे और क्या काम करते? इसका नाम है मोहम्मद शफी परी। सुबह से इनको दुकान पे आया था कि हमको थाने पे काम है, कुछ बैग बनाने हैं, उसके लिए कुछ बैग बनाने हैं, आप हमारे पास थाने पे आ जाओ। तो पूरा दिन का काम ले लिया वहाँ पर। फिर शाम के टाइम वो घर आया था, कुछ कपड़े लेने के, कुछ ठंड मौसम था इसीलिए। फिर उनको वापस बुलाया कि हमको ये काम आज ही करना है, ये काम हमको पूरा करने दो आज। हमको कुछ पैकिंग बनाए, उसके लिए बैग बना के दे दो। पुलिस को मदद कर रहे थे? हाँ, उनका मदद कर रहे थे, उनका वो बैग चला रहे थे वहाँ पर, उनकी सिलाई हो रही थी बैग की। उसी के कारण 11:20 पे धमाका हुआ। फिर उसके साथ में कुछ रहता हुआ ही नहीं, नॉट ट्रीटेबल आ रहा था उसके बाद में। तो अब ये कंफर्म हुआ उनकी मौत हुई है, शहीद हुए? हाँ, वो PCR में इस टाइम। तो आपको जानकारी मिली है घर वालों को जानकारी मिली है, हमको 11 बजे का टाइम दिया है उनको आने का। बिल्कुल। यहाँ पर कुछ लोग हैं, हालांकि ये चश्मदीद भी थे, इन्होंने कल शाम को मदद भी की है जब धमाका हुआ था। इन्होंने अपना नाम बताइए। मेरा नाम है जवाहर अहमद वानी, मैं यहाँ कॉलोनी में रहता हूँ, नौगाम पुलिस स्टेशन में। मुझे बताइए किस तरह का धमाका था, किस तरह से आप वहाँ पहुंचे, क्या कुछ मंजर था? हम रात को सोए थे 11:20 का, ऐसे धमाका हुआ कि बहुत जोर धमाका हुआ कि हमको पता चला कि ये शायद एयर ब्लास्ट हो गया। फिर हमने नीचे देखा, किसी की आवाज नहीं था, कुछ नहीं था। बाद में हम बाहर निकल के हमने देखा पुलिस स्टेशन में आग लग रही। बाद में हम वहाँ पे गए, सारे कॉलोनी के हमारे शीशे पूरे कॉलोनी में टूट गए। हमारे लेबर भी यहाँ रहते थे, दर्जी का काम कर रहा था, इसके 2 बेटे हैं, 1 बेटी है, तो इसका घर उसी पे चलता था। इन्होंने सवेरे इसको बुलाया था थाने में कुछ सिलाई करने के लिए, उसके बेस पे गया था। दिन को ये नमाज पढ़ने भी आया था, मस्जिद में पैसे भी जमा किया। उसके बाद फिर शाम को खाना खा के वापस गया 9 बजे रात। तो फिर ये भी वहाँ पे शहीद हो गए, पुलिस के लोग भी हुए। फिर हम रात को वहाँ पे थे, जितने भी वहाँ पे डैमेज हुआ। उसके बाद हमने कुछ पार्ट्स वहाँ पे दूर से 600 बहुत तबाही 600 मीटर के बाद में हमने वो रिकवर किया। एक बाजू मैंने खुद उठाया, पुलिस के एक बेचारा शहीद हुआ था, उसमें बहुत लोग उसकी
बाजू फिर हमने हैंड ओवर किया। वहाँ CIK के थे, SSP ताहिर अशरफ भट्ट भी था। और रात को स्पॉट पे वहाँ पे रात के 3 बजे तक हम सारे कॉलोनी वाले थे वहाँ सारे हम थे कपड़े पे। हमने रिकवर करके बॉडी के जितने भी पार्ट्स था कहीं पे दूर दूर वो हमने उनको हैंड ओवर किया वहाँ पे। अच्छा, ये जो टेलर है इनका क्या नाम है, क्या आप चाहते हैं अब? इनका नाम है मोहम्मद शफी परे, सन ऑफ मोहम्मद सिद्दीक परे, वानबल नौगाम में रहते हैं। हम सरकार से अपील करते हैं कि इनका घर में गुजारा नहीं है। तीनों 2 बेटे और 1 बेटी है। एक बेटी तो मेरे ऑफिस में इसकी काम कर रहे हैं, मगर उस पर क्या उसका गुजारा हो जाएगा? 10-15 हज़ार से क्या हो जाएगा? अब अलजी साहब से, अब यहाँ की सरकार से हम अपील करते हैं कि इसका एक का नौकरी मिलना चाहिए, क्योंकि ये तो खुद गया नहीं वहाँ पे। इसको यहाँ पे बुलाया गया है थाने में किसी काम के लिए। चलो, ये हमारा फर्ज बनता, हम भी हिंदुस्तानी है, हमारे कहीं पे भी पुलिस को कोई साथ देने के लिए जाना होगा, हम उसके लिए तैयार है। मगर जब वहाँ पे एक्सीडेंट हो जाएगा उसके लिए सरकार को फर्ज बनता है उसको कि सपोर्ट करने के लिए, उसको फैमिली को सपोर्ट करने के, किसी घर में किसी को नौकरी देने के लिए हम अलजी साहब से रिक्वेस्ट कर रहे हैं। और आपके चैनल के वसादत से यहाँ की सरकार को इससे भी हम अर्ज कर रहे हैं कि इनका बेनिफिट मिलना चाहिए, ताकि बेचारा रहे नहीं इस दुनिया में। तो नाज़रीन, ये बेसिकली मोहम्मद शफी परे के हमसाया है। हालांकि इनके हाथ में मोहम्मद शफी परे का फ़ोटो है और इनका कहना है कि वो कल शाम जब ये धमाका हुआ था तब पुलिस स्टेशन में मौजूद थे, पुलिस की मदद कर रहे थे। हालांकि ये पेशे से टेलर है और इनकी सरकार से अपील है इनके अहल खाना की तरफ तवज्जो दी जाए और उनको तन्हा न छोड़ा जाए। न्यूज़18 के लिए नौगाम से मैं आबिद हुसैन। അതിനിടെ ചെങ്കോട്ട സ്ഫോടനത്തിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. പത്താൻകോട്ടിൽ നിന്ന് ഡോക്ടർ റയീസ് അഹമ്മദാണ് പിടിയിലായത്. MG മിഥുൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, ഈ നൌഗാം പോലീസ് സ്റ്റേഷനിലുണ്ടായ സ്ഫോടനത്തിൽ അട്ടിമറി സാധ്യതകൾ തള്ളിയിരിക്കുകയാണ് ജമ്മുകാശ്മീർ പോലീസ്. ആഭ്യന്തര മന്ത്രാലയവും പറയുന്നത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഊഹാപോഹങ്ങൾ വേണ്ട എന്നുള്ളതാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? അശ്വതി, അതായത് നിലവിൽ ഇപ്പോൾ പോലീസ് പറയുന്നതനുസരിച്ച് ഒരു തരത്തിലുമുള്ള അട്ടിമറി ശ്രമങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അത് ആ വാർത്തകളെല്ലാം തന്നെ പൂർണ്ണമായും അവർ നിഷേധിക്കുകയും ഒപ്പം തന്നെ തള്ളിക്കളയുകയും ചെയ്യുന്നു. അതായത് ഊഹാപോഹങ്ങളൊന്നും തന്നെ പ്രചരിപ്പിക്കാൻ പാടില്ല എന്ന തരത്തിലാണ് ഇപ്പോൾ DGP രാവിലെ മാധ്യമങ്ങളെ കണ്ട് വിശദീകരിക്കുകയും ചെയ്തത്. പക്ഷേ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും തന്നെ ഒരു വ്യക്തമായ മറുപടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരുപക്ഷേ ഇത് അട്ടിമറിയാണ് അല്ലെങ്കിൽ മറ്റൊരു ഭീകരാക്രമണമാണെന്ന് പല നാനാകൂടിൽ നിന്നുമൊക്കെ ചില പ്രചരണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കാം സ്വാഭാവികമായ ഒരു വിശദീകരണം DGPയുടെ ഭാഗത്ത് നിന്ന്, ജമ്മു കാശ്മീർ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഈ പിടിച്ചെടുത്ത അമോണിയം നൈട്രേറ്റ് ഏകദേശം 3000 കിലോയിലധികം വരും. അവയൊക്കെ ജമ്മു കാശ്മീർ പോലീസാണ് അത് ഇത്തരത്തിൽ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. അവ നൌഗാം പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്തു. ഒരു സാധ്യത എന്ന് പറയുന്നത് നൌഗാമിൽ നിന്നാണ് ഇതിൻ്റെ ഏറ്റവും ഒരു ആദ്യത്തെ തുടക്കം എന്ന് പറയുന്നത്. അവിടെ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് നടത്തിയ പരിശോധനയിൽ ഫരീദാബാദ് വരെ എത്തി ഈ സംഘങ്ങളെ പിടികൂടുകയും ഒപ്പം തന്നെ രാജ്യത്തെ വിവിധയിടങ്ങളിൽ ആസൂത്രണം ചെയ്ത പദ്ധതി പൊളിക്കുകയും ഒപ്പം തന്നെ ഈ അമോണിയം നൈട്രേറ്റ് പോലെയുള്ള മാരക സ്ഫോടക വസ്തുക്കൾ പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്ത് അത് ഈ നൌഗാം പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ കൊണ്ടുവരുന്നു. അവിടെ കഴിഞ്ഞ 2 ദിവസങ്ങളായി ഇത്തരത്തിൽ പരിശോധന നടത്തുന്നുണ്ട്. ഇതിൻ്റെ സയൻറ്റിഫിക് വശങ്ങൾ, സയൻറ്റിഫിക് പരിശോധനകൾ എല്ലാം നടത്തേണ്ടതായിട്ടുണ്ട്. വിദഗ്ധർ ഉൾപ്പെടെയുള്ളവരുടെ സംഘമാണ് ഇത് പരിശോധിക്കുകയും ചെയ്തത്. സ്വാഭാവികമായും ഇങ്ങനെ ഇത് പരിശോധിക്കുമ്പോൾ ഈ ഒരു ലാഘവത്തോടെ ഒരു സാധാരണഗതിയിൽ ഇത്തരത്തിൽ ചില ബോംബുകളോ അല്ലെങ്കിൽ ചില പടക്കങ്ങളോ ഒക്കെ പരിശോധിക്കുന്ന കൂട്ടല്ല ഇത് പരിശോധിക്കുന്നത് എന്നുള്ളതാണ്. അതിന് കൃത്യമായ നടപടിക്രമങ്ങളുണ്ട്. അവയൊക്കെ പാലിച്ചു വേണം ഇത് പരിശോധിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു വിട്ടുവീഴ്ച അല്ലെങ്കിൽ ഒരു വീഴ്ച ഈ ഒരു കാര്യത്തിൽ ഉണ്ടായി എന്ന് നമുക്ക് കരുതാനാകില്ല. അതാണ് ഈ സംശയം ജനിപ്പിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു അട്ടിമറി സാധ്യത ഉണ്ടായി കാണുമോ എന്നുള്ള രീതിയിലുള്ള പ്രചരണം നടക്കുകയും ചെയ്തത്. അതിനൊക്കെ ഒരു വ്യക്തമായ മറുപടി ഇനിയും ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പിടിച്ചെടുത്ത 3000 കിലോയിലധികം അമോണിയം നൈട്രേറ്റ് അത് ഇവിടെ തന്നെയായിരുന്നു സൂക്ഷിച്ചിരുന്നത്. ഇവയെല്ലാം ഇപ്പോൾ ഈ ഒരു ബ്ലാസ്റ്റിലൂടെ തകർന്നോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഇന്നലെ രാത്രി 11:20 കൂടിയാണ് പൊടുന്നനെ ഈ ഒരു വലിയ സ്ഫോടനം ഉണ്ടാകുന്നത്. ഏതെങ്കിലും തരത്തിലൊരു സ്പാർക്ക് ഉണ്ടായാൽ പൊട്ടിത്തെറിക്കുന്നതല്ല ഇത് എന്നുള്ളതാണ്. IED പോലത്തെ സബ്സ്റ്റൻസുകൾ, അമോണിയം നൈട്രേറ്റ് പോലത്തെയുള്ള സബ്സ്റ്റൻസുകളൊക്കെ അങ്ങനെ ഒരു സ്പാർക്ക് ഉണ്ടായാൽ പൊട്ടിത്തെറിക്കുന്ന സാമഗ്രികളല്ല, സ്ഫോടക വസ്തുക്കളല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഉള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ വിഷയത്തിൽ ഇനി തുടരന്വേഷണങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് ഈ ആഭ്യന്തര മന്ത്രാലയം പറയുന്നത്. ഇതിൻ്റെ കൃത്യമായ വിവരങ്ങൾ പരിശോധിച്ചു വരികയാണ്. വലിയൊരു സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അക്കാര്യത്തിൽ എന്ത് വിശദീകരണമാണ് ഇനി നൽകാൻ പോകുന്നതെന്ന് അറിയണം. ഒപ്പം തന്നെ ഈ മേഖലയിൽ നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ വലിയ മാരകമായ രീതിയിലുള്ളൊരു സ്ഫോടനം
സ്ഫോടനമാണ് നടന്നിരിക്കുന്നത്. സമീപ പ്രദേശത്തെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. 9 പേർക്ക് മരണം സംഭവിച്ചിരിക്കുന്നു. ഈ 9 പേരിൽ 4 പേർ പോലീസ് ഉദ്യോഗസ്ഥരാണ്. റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരുണ്ട്. ഒപ്പം തന്നെ ക്രൈം ഫോട്ടോഗ്രാഫറുണ്ട്. സമീപ പ്രദേശത്തുള്ള ഈ പോലീസിനെയൊക്കെ സഹായിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി കൂടി ഈ കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ 9 പേർ മരണപ്പെട്ടു. 5 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. നിരവധി പേർക്ക് ഏകദേശം 29 പേർ സ്ഫോടനത്തിൽ ഒരാൾ കൂടി അറസ്റ്റിലായിട്ടുണ്ടല്ലോ. പത്താൻകോട്ടിൽ നിന്ന് ഡോക്ടർ റയീസ് അഹമ്മദ് പിടിയിലായിരിക്കുന്നു. അത് സംബന്ധിച്ച വിവരങ്ങൾ കൂടി. അശ്വതി, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ഡോക്ടർമാരെ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ വ്യാപകമായി നടക്കുന്നുണ്ട്. ഇവരെ ചോദ്യം ചെയ്തതോടുകൂടിയാണ് നിരവധി ഡോക്ടർമാരിലേക്ക്, അതായത് വിദേശത്തടക്കമുള്ള ഡോക്ടർമാരിലേക്ക്, പ്രത്യേകിച്ച് അദീൽ അഹമ്മദ് എന്ന ഈ ഗുജറാത്തിൽ നിന്നുമൊക്കെ പിടികൂടിയിട്ടുള്ള ഡോക്ടർമാരെ ചോദ്യം ചെയ്തതോടുകൂടിയാണ് ഈ അദീൽ അഹമ്മദിൻ്റെ സഹോദരൻ ഇത്തരത്തിൽ വിദേശ രാജ്യത്താണുള്ളത്. അയാൾ കൃത്യമായി ഈ ആസൂത്രണത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു. അയാൾക്ക് വേണ്ടി റെക്കോർഡ് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തു. ഈ പരിശോധനയിലാണ് നിർണായകമായ വിവരങ്ങൾ NIA കണ്ടെത്തുകയും ഒപ്പം തന്നെ ഇപ്പോൾ ഡോക്ടർ റയീസിനെ അടക്കം ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. പത്താൻകോട്ടിൽ നിന്നാണ് ഇയാളെ പിടികൂടുകയും ചെയ്തിരിക്കുന്നത്. ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഗൂഢാലോചനയിൽ നിരവധി പേർ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, മുൻകാലങ്ങളിലുമൊക്കെ ഈ ജെയ്ഷെ മുഹമ്മദ് ഭീകരരുടെ ഭാഗത്ത് നിന്ന് ചില അറ്റാക്കുകൾ നടന്നിട്ടുണ്ട്. അത് ചാവേർ ആക്രമണമായിരുന്നു. അതിനൊക്കെ ഉപയോഗിച്ചിരുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ആയിരുന്നു എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. വിദഗ്ധ രീതിയിൽ പരിശീലനം നേടിയിട്ടുള്ള ഇത്തരത്തിൽ പ്രൊഫഷണലുകളായിട്ടുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് അവർ ഗൂഢാലോചന നടത്തുന്നു. വിവിധ ഇടങ്ങളിൽ, അതായത് ഒരു മാസീവ് അറ്റാക്ക് തന്നെയായിരുന്നു ഇവർ പ്ലാൻ ചെയ്തിരുന്നത്. വിവിധ മേഖലയിൽ ഒരേ സമയം ബ്ലാസ്റ്റ് നടത്താനുള്ള ശ്രമം, ആ പദ്ധതി തിരിച്ചറിയുകയും അത് നടപ്പിലാക്കാതെ ആ ശ്രമം വിഫലമാക്കാനും നമ്മുടെ സേനയ്ക്ക് ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഒക്കെ സാധിക്കുകയും ചെയ്തു. പക്ഷേ എങ്കിലും ഈ ചെങ്കോട്ടയിലുണ്ടായ സ്ഫോടനം അത് രാജ്യത്തെ നടുക്കിയ ഒരു സംഭവവികാസം തന്നെയാണ്. അതിലൂടെ നിരവധി പേരിലേക്ക് ഈ വിഷയം വിരൽ ചൂടുന്നുണ്ട്. ഇപ്പോഴും ഈ NIAയുടെ വൃത്തത്തിൽ അല്ലെങ്കിൽ റഡാറിൽ നിരവധി പേർ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇവരെ 3 പേരെ, ഈ 3 ഡോക്ടർമാരെ, ഈ ഷഹീൻ അടക്കമുള്ള വനിതാ ഡോക്ടറെ ഉൾപ്പെടെ കസ്റ്റഡിയിൽ NIA വാങ്ങിച്ചിട്ടുണ്ട്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയാണ്. വിശദവിവരങ്ങൾ നൽകിയത്. വിവാദങ്ങൾക്കിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ ഭരണസമിതി ചുമതലയേറ്റു. പ്രസിഡന്റായി മുൻ ചീഫ് സെക്രട്ടറി K. ജയകുമാറും ബോർഡിലെ CPI പ്രതിനിധിയായി മുൻ വനം മന്ത്രി K. രാജുവും ചുമതലയേറ്റു. മണ്ണന്തല ചെഞ്ചേരി ഗാന്ധിനഗറിൽ മൗക്തികം വീട്ടിൽ M. കൃഷ്ണൻ നായർ മകൻ 73 വയസ്സുള്ള K. ജയകുമാർ എന്ന ഞാൻ ക്ഷേത്രാരാധനയിലും ഈശ്വരനിലും വിശ്വസിക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ഇന്നേ ദിവസം ചുമതലയേൽക്കും. കൊല്ലം ജില്ലയിൽ അഞ്ചൽ, നെടിയറ, നട്ടയം ദേശത്ത് പുത്തമ്പര വീട്ടിൽ G. കരുണാകരൻ മകൻ 72 വയസ്സുള്ള K. രാജു എന്ന ഞാൻ ക്ഷേത്ര ആരാധനയിലും ഈശ്വരനിലും വിശ്വസിക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമായി ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ഇന്നേ ദിവസം ചുമതലയേൽക്കുന്നു. അഡ്വക്കേറ്റ് K. രാജു. അനഭിമതമായ കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് വിശ്വാസം വ്രണപ്പെട്ടതെന്ന് K. ജയകുമാർ പറഞ്ഞു. ഒരു സ്വത്ത് പോലും എങ്ങും പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുമെന്നും പുതിയ പ്രസിഡന്റ് വ്യക്തമാക്കി. അവരുടെ വിശ്വാസങ്ങൾക്ക് ഭംഗം വന്നിട്ടുണ്ടെങ്കിൽ, ബോർഡിനെ കുറിച്ചുള്ള അവരുടെ സങ്കല്പങ്ങളിൽ ഭംഗം വന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു സ്ഥാപിക്കുകയും അങ്ങനെ ഭംഗപ്പെടാൻ കാരണമായിട്ടുള്ള സാഹചര്യങ്ങൾ എന്തായാലും അവ ഇനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ആവർത്തിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുകയാണ് ഈ പുതിയ ഭരണസമിതിയുടെ നിയോഗം, പുതിയ ഭരണസമിതിയുടെ ലക്ഷ്യം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ശ്രീ പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നടത്തിയിട്ടുള്ള മാറ്റങ്ങളുടെ തുടർച്ച എന്ന വണ്ണം തന്നെ ഒരുപക്ഷെ കുറച്ചും കൂടി റാഡിക്കലായിട്ടുള്ള മാറ്റങ്ങൾ നടത്തിക്കൊണ്ട് ഇനി വിശ്വാസം ഭംഗപ്പെടാതിരിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്ന പ്രക്രിയയാണ് ഈ ബോർഡ് ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നത്. മന്ത്രിമാരായ VN വാസവൻ, V. ശിവൻകുട്ടി, മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് അടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു.
ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യും. പത്മകുമാർ തേടിയ സമയപരിധി അവസാനിച്ച സാഹചര്യത്തിൽ അന്വേഷണ സംഘം വീണ്ടും നോട്ടീസ് നൽകും. അടുത്ത ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കും മുൻപ് പത്മകുമാറിനെയും എൻ വാസുവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് നീക്കം. ശബരിമല സ്വർണ്ണപ്പാളി മോഷണ കേസിലെ തുടരന്വേഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ബുധനാഴ്ചയ്ക്ക് മുമ്പ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകാനായിരുന്നു ആദ്യം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന് നോട്ടീസ് നൽകിയത്. എന്നാൽ വ്യക്തിപരമായ അസൌകര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 2 ദിവസത്തെ സാവകാശം തേടുകയായിരുന്നു പത്മകുമാർ. എന്നാൽ ഇനിയും ചോദ്യം ചെയ്യലിന് പത്മകുമാർ ഹാജരാകാത്ത പശ്ചാത്തലത്തിലാണ് വീണ്ടും നോട്ടീസ് നൽകാനുള്ള SITയുടെ തീരുമാനം. ആ നോട്ടീസ് നൽകുന്ന സമയപരിധിക്കുള്ളിൽ പത്മകുമാർ ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായില്ല എങ്കിൽ കടുത്ത നീക്കങ്ങളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കും. കസ്റ്റഡിയിലെടുത്തുകൊണ്ട് ചോദ്യം ചെയ്യുകയും തുടർന്ന് മറ്റ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള തുടർ നടപടികളിലേക്ക് SIT കടന്നേക്കുമെന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അന്വേഷണത്തിന്റെ ഭാഗമായി 2 ഇടക്കാല റിപ്പോർട്ടുകൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ച SIT അടുത്ത ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ പത്മകുമാറിനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം പത്മകുമാർ നൽകുന്ന മൊഴി കൂടി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും അടുത്ത രഹസ്യ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ SIT സമർപ്പിക്കുക. അതുകൊണ്ട് തന്നെ പത്മകുമാറിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാകും ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്ന മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസുവിന് വേണ്ടി കസ്റ്റഡി അപേക്ഷ നൽകുകയെന്നാണ് സൂചന. എന്തായാലും പത്മകുമാറിനെയും എൻ വാസുവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ മറ്റാരൊക്കെ പങ്കാളികളായിട്ടുണ്ട്, ഉദ്യോഗസ്ഥർക്കും സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും അപ്പുറത്തേക്ക് രാഷ്ട്രീയ നേതൃത്വത്തിന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട പ്രത്യക്ഷത്തിലോ പരോക്ഷത്തിലോ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഉണ്ടോ എന്ന് ഉറപ്പാക്കുന്നതിനടക്കം പത്മകുമാറിന്റെ ചോദ്യം ചെയ്യൽ അനിവാര്യമെന്നുള്ള നിഗമനത്തിലാണ് SIT നിലവിലുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേസെടുക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സംസ്ഥാന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ രേഖകൾ ആവശ്യപ്പെട്ട് ED ഹൈക്കോടതിയെ സമീപിച്ചു. FIR, അനുബന്ധ മൊഴികൾ എന്നിവയുടെ പകർപ്പാണ് തേടിയിരിക്കുന്നത്. അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം സെക്രട്ടറിയും തിരുവാഭരണം കമ്മീഷണറുമായിരുന്ന S ജയശ്രീയുടെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു. ചൊവ്വാഴ്ച വരെയാണ് അറസ്റ്റിന് വിലക്ക്. ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ചൊവ്വാഴ്ച ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സംസ്ഥാന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ രേഖകൾ ആവശ്യപ്പെട്ടാണ് ED ഹൈക്കോടതിയെ സമീപിച്ചത്. കേസെടുക്കുന്നതിന് മുന്നോടിയായാണ് FIRകളുടെ പകർപ്പ് ആവശ്യപ്പെട്ട് ED കോടതിയെ സമീപിച്ചത്. ഈ ആവശ്യമുന്നയിച്ച് റാന്നി കോടതിയിൽ നൽകിയ അപേക്ഷ തള്ളിയതോടെയാണ് കേന്ദ്ര ഏജൻസി ഹൈക്കോടതിയിലെത്തിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കള്ളപ്പണ ഇടപാട് നടന്നതായി സംശയിക്കുന്നുവെന്നും വിശദമായ അന്വേഷണത്തിന് കേസുകളുടെ രേഖകളും വിശദാംശങ്ങളും വേണമെന്നുമാണ് ആവശ്യം. സ്വർണ്ണക്കൊള്ളയിലെ കള്ളപ്പണ ഇടപാട് പരിശോധിക്കുമെന്ന് ED വൃത്തങ്ങൾ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ വിവരങ്ങൾ തേടി നേരത്തെ റാന്നി കോടതിയെയും ED സമീപിച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് ഇത് സംബന്ധിച്ച് ഹർജി റാന്നി കോടതിയിൽ സമർപ്പിച്ചത്. എന്നാൽ റാന്നി കോടതി ഈ ആവശ്യം തള്ളിയിരുന്നു. റാന്നി കോടതിയുടെ നടപടി ചോദ്യം ചെയ്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. EDയുടെ ഹർജി ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിക്കുമെന്നാണ് വിവരം. അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം സെക്രട്ടറിയും തിരുവാഭരണ കമ്മീഷണറുമായിരുന്ന S ജയശ്രീയുടെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു. ചൊവ്വാഴ്ച വരെയാണ് അറസ്റ്റിന് വിലക്ക്. ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ചൊവ്വാഴ്ച ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ജയശ്രീയുടെ മുൻകൂർ ജാമ്യ ഹർജി തള്ളുകയായിരുന്നു. ദ്വാരപാലക പാളി കേസിൽ 4ാം പ്രതിയാണ് ജയശ്രീ. മിനിറ്റ്സ് തിരുത്തി 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജയശ്രീ സ്വർണ്ണപ്പാളികൾ കൈമാറിയെന്നാണ് SIT കണ്ടെത്തൽ. ബോർഡ് തീരുമാനം ഉത്തരവായി പുറപ്പെടുവിക്കുക മാത്രമാണ് ഉണ്ടായതെന്നും തെറ്റ് ചെയ്തിട്ടില്ലെന്നുമാണ് ജയശ്രീയുടെ വിശദീകരണം. 2017 ജൂലൈ മുതൽ 2019 ഡിസംബർ വരെ ജയശ്രീയായിരുന്നു ദേവസ്വം ബോർഡ് സെക്രട്ടറി. അതിനുശേഷം 2020 വിരമിക്കുന്നതുവരെ തിരുവാഭരണ കമ്മീഷണറായി പ്രവർത്തിച്ചു. ന്യൂസ് 18 കൊച്ചി. ബീഹാറിൽ നടന്നത് വോട്ട് കൊള്ളയെന്ന് കോൺഗ്രസ്. ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്നുണ്ടായ തരംഗത്തിൽ പോലും ഇല്ലാത്ത ഏകപക്ഷീയ ഫലമാണ് ബീഹാറിലുണ്ടായത്. BJPയുടെ വിജയനിരക്ക് 90% മേലെയാണ്. തെളിവുകൾ ഉടൻ പുറത്തുവിടുമെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗം പരാജയം വിലയിരുത്തി. ആർക്കും വിശ്വസിക്കാവുന്ന റിസൾട്ടല്ല ബീഹാറിൽ വന്നിരിക്കുന്നത്. ബീഹാറിലെ ജനങ്ങളത് വിശ്വസിക്കുന്നില്ല, പാർട്ടി പ്രവർത്തകർ വിശ്വസിക്കുന്നില്ല, മറ്റു രാഷ്ട്രീയ പാർട്ടികളും അലയൻസ് പാർട്ടിയിലും വിശ്വസിക്കുന്നില്ല. അപ്പോൾ നിയമപരമായിട്ട് ഞങ്ങൾ പോരാടുന്നുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ടുള്ള ഡിസൈനോട് നിങ്ങൾ നോക്കിയാൽ അറിയാം. ആ റിസൾട്ട് ഒന്ന് ക്ലിയർ ആയിട്ട് അനലൈസ് ചെയ്താൽ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും. ഇനി JDU എപ്പോഴെങ്കിലും ഇങ്ങോട്ടേക്ക് മാറിക്കളഞ്ഞാൽ അവർക്ക് പോലും ഗവൺമെൻറ് ഉണ്ടാക്കാൻ അവിടെ പറ്റില്ല. മനസ്സിലായില്ലേ? കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ JDU ഇങ്ങോട്ട് മാറി JDU RJDയും കോൺഗ്രസും F2 എല്ലാം കൂടിയാലും
ഗവൺമെൻറ് ഉണ്ടാക്കാൻ പാടില്ലാത്ത വണ്ണമുള്ള ഡിസൈൻഡ് ഇലക്ഷൻ റിസൾട്ടാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇത് ക്ലിയർ മാനിപ്പുലേഷനാണ്, സംശയമില്ല. ഈ തോൽക്കുമ്പോൾ പറയുന്ന കാര്യമല്ല. ഇന്ത്യൻ ജനാധിപത്യം അപകടകരമായ സ്ഥിതിയിലൂടെ കടന്നു പോവുകയാണ്, അതീവ ഗുരുതരമായ സ്ഥിതിയിലൂടെ കടന്നു പോവുകയാണ്. ജനങ്ങൾ വോട്ട് ചെയ്താൽ ആ വോട്ട് റിഫ്ലക്റ്റ് ചെയ്യാത്ത റിസൾട്ടിലേക്ക് പോവുകയാണ്. ഇതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിയമ നടപടികളും അതോടൊപ്പം തുടർ പ്രക്ഷോഭങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അതേസമയം നിതീഷ് കുമാർ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടത്താനാണ് NDAയിൽ ആലോചന നടക്കുന്നത്. കിരൺ ബാബു ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും. കിരൺ, വോട്ട് കൊള്ളയാണ് ബീഹാറിൽ നടന്നത് എന്ന് പറയുക മാത്രമല്ല, അതിന് തെളിവുണ്ട് തങ്ങളുടെ കയ്യിൽ എന്ന് പറയുകയാണ് കോൺഗ്രസ്. അതെ, അതീവ ഗുരുതരമായ ആരോപണം തന്നെയാണ് പരാജയത്തിന് ശേഷവും കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ക്ലിയർ മാനിപ്പുലേഷൻ എന്നാണ് പറയുന്നത്. അവിടെ ഈ തരത്തിൽ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി അത്തരത്തിലേക്ക് ഒരു മാനിപ്പുലേഷൻ BJPയോ അല്ലെങ്കിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോ നടത്തി എന്ന് തന്നെയാണ് KC വേണുഗോപാൽ പറഞ്ഞു വെക്കുന്നത്. ഇന്ന് രാവിലെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ പ്രത്യേക ഉന്നതതല യോഗം ചേർന്നിരുന്നു. യോഗത്തിൽ വെച്ച് തന്നെ രാഹുൽ ഗാന്ധി, തേജസ്വി യാദവുമായും ദീപാങ്കർ ഭട്ടാചാര്യ അടക്കമുള്ള അവിടുത്തെ ഘടകകക്ഷി മഹാഗഠബന്ധനിലെ പ്രധാനപ്പെട്ട നേതാക്കളുമായും സംസാരിച്ചിരുന്നു. അവരെല്ലാവരും ഒരേ അഭിപ്രായമാണ് പറയുന്നത്. ഇത് ജനങ്ങളുടെ ചെയ്ത വോട്ടല്ല അവിടെ റിഫ്ലക്ട് ചെയ്തിരിക്കുന്നത്, അത് റിസൾട്ട് നോക്കിയാൽ കൃത്യമായി തന്നെ മനസ്സിലാവും എന്നാണ് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്നുള്ള അതീവ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത്. തെളിവുകൾ എടുത്ത് ആ തെളിവുകളുമായി കൃത്യമായി കോടതിയിലേക്ക് ജനങ്ങളുടെ പ്രക്ഷോഭങ്ങളുമായി തുടരും എന്ന് തന്നെയാണ് പറയുന്നത്. ഹരിയാനയിലടക്കം 17 കേസുകൾ നിലനിൽക്കുന്നു എന്നുള്ള കാര്യവും KC വേണുഗോപാൽ ചൂണ്ടിക്കാണിക്കുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് എങ്ങനെയാണോ വോട്ടുചോരി ആരോപണം ഉന്നയിച്ചത്, അതേ വോട്ടുചോരി തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷവും കോൺഗ്രസ് ഉന്നയിക്കുന്നത്. എന്തായാലും ഒരു നിയമ പോരാട്ടത്തിലേക്കും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഒരു തുടർ പ്രക്ഷോഭത്തിലേക്കും പ്രതിഷേധത്തിലേക്കും ഒക്കെ നീങ്ങാൻ സാധ്യതയുള്ള ഒരു ആരോപണം തന്നെയാണ് KC വേണുഗോപാൽ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ശരി, കിരൺ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസ് പാർട്ടി പിളരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുസ്ലിം ലീഗ് മാവോയിസ്റ്റ് അജണ്ടകളാണ് പാർട്ടിക്കുള്ളിൽ നടപ്പാക്കുന്നത്. ഇതിൽ അസ്വസ്ഥരായ ഒരു വിഭാഗം കോൺഗ്രസിനുള്ളിൽ വളർന്നു വരുന്നുണ്ടെന്നും മോദി പറഞ്ഞു. ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. आज कांग्रेस मुस्लिम लीगी माओवादी कांग्रेस यानी MMC बन गई है और कांग्रेस का पूरा एजेंडा अब इसी पर चलता है और इसलिए अब कांग्रेस के भीतर भी एक अलग धड़ा पैदा हो रहा है जो इस नेगेटिव पॉलिटिक्स से असहज है। जो कांग्रेस के नामदार हैं, ये जिस रास्ते पर कांग्रेस को लेकर चल रहे हैं, इसके प्रति घोर निराशा, घोर नाराजगी अंदर ही अंदर पनप रही है और मुझे तो आशंका है, हो सकता है कि आगे कांग्रेस का एक और बड़ा विभाजन हो। कांग्रेस के जो सहयोगी दल हैं वो भी समझने लगे हैं कि कांग्रेस अपनी नेगेटिव पॉलिटिक्स में सबको एक साथ डुबो रही है। और आपको याद होगा, इसीलिए ही तो मैंने बिहार चुनाव के दौरान भी कहा था कि कांग्रेस के नामदार तालाब में डुबकी लगाकर बिहार चुनाव में खुद डूबने और दूसरों को डुबोने की प्रैक्टिस कर रहे हैं। मैंने पहले भी इसी मंच से कांग्रेस के सहयोगियों को चेताया था। मैंने कहा था कि कांग्रेस एक लायबिलिटी है, कांग्रेस एक ऐसी परजीवी है जो अपने सहयोगियों के वोट बैंक को निगलकर अपनी वापसी करना चाहती है। इसलिए कांग्रेस से सावधान रहने की जरूरत उसके सहयोगियों को भी है। ബീഹാറിലെ കനത്ത പരാജയത്തിൽ പാർട്ടിക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന ശശി തരൂരിന്റെ പ്രതികരണത്തിൽ നേതാക്കൾക്ക് അതൃപ്തി. പ്രവർത്തക സമിതിയിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ആവശ്യം. തന്നെ പ്രചരണത്തിന് ക്ഷണിച്ചിരുന്നില്ല എന്നും പ്രചരണത്തിൽ നേരിട്ട് പങ്കാളികളായവർ കാരണങ്ങൾ വിശദീകരിക്കണമെന്നുമായിരുന്നു തരൂരിന്റെ പ്രതികരണം.
I'm sure that the party has a responsibility to study in detail the causes. But remember, we were not the senior partner in the alliance, and that RJD also has to look carefully at its own performance. But I will say that on a matter like this, it's very important that we look at the totality of our performance. You know, elections are about a number of factors. There is, of course, the popular mood. There is the question of organizational strengths and weaknesses. There is the question of the messaging. A lot of issues which will have to be looked at and to see what went right, what went wrong. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മുട്ടട വാർഡിലെ സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന് മത്സരിക്കാനാകില്ല. വോട്ടർ പട്ടികയിൽ നിന്ന് വൈഷ്ണയുടെ പേര് വെട്ടി വോട്ട് ചേർത്തത് അനധികൃതമായാണെന്ന CPMന്റെ പരാതിയിലാണ് നടപടി. ഞങ്ങൾക്ക് ഒന്നാമത്തെ കാര്യം ഇലക്ഷൻ കമ്മീഷന്റെ ഈ പറഞ്ഞ പോലെ പേര് വെട്ടി എന്നുള്ളതിന്റെ പ്രൂഫൊന്നും തന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞങ്ങൾ ആരും തന്നെ കണ്ടിട്ടില്ല. നമുക്ക് അതിന് കിട്ടിയിട്ടുമില്ല. കാരണം ഫോണിലെ സൈറ്റ് നോക്കുമ്പോൾ കറന്റ് അണ്ടർ പ്രോഗ്രസ് എന്നാണ് കാണിക്കുന്നത്. സൈറ്റ് ലോഡിംഗ് ആവുന്നില്ല. അപ്പോൾ മാധ്യമങ്ങളിൽ കൂടി തന്നെയാണ് ഞാൻ ഈ വിവരം അറിയുന്നത്. അപ്പോൾ വോട്ട് വെട്ടിയെന്ന് അറിയപ്പെടുന്ന സ്ഥിതിക്ക് നമുക്ക് ബാക്കി കാര്യങ്ങൾ പാർട്ടി നോക്കും. അതിന്റെ ലീഗൽ ആക്ഷൻസ് എന്താണെന്നുള്ളത് പാർട്ടി നോക്കി ഫോർവേഡ് ചെയ്യും. മത്സരിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അല്ല, മത്സരിക്കാൻ കഴിയുന്നുള്ളത് ഞാൻ പറഞ്ഞാൽ നമുക്ക് നോക്കാം. മത്സരിക്കാൻ കഴിയുമോ ഇല്ലെന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണല്ലോ. നമുക്കത് നോക്കാതെ പറഞ്ഞ പോലെ പാർട്ടി അതെന്താ വെച്ചാൽ നോക്കി ചെയ്തോളൂ. അതാണ് വൈഷ്ണയുടെ ഇതിന് ശേഷമുള്ള പ്രതികരണമാണ് കേട്ടത്. വളരെ നേരത്തെ തന്നെ പ്രചാരണമടക്കം തുടങ്ങിയ ആളാണ് വൈഷ്ണ. മുട്ടട വാർഡിൽ ഒരു വളരെ യങ് ആയിട്ടുള്ള സ്ഥാനാർത്ഥി എന്ന നിലയിൽ വലിയ രീതിയിൽ പ്രചരണം തുടർന്നു വരുന്നതിനിടെയാണിപ്പോൾ വൈഷ്ണയ്ക്ക് വലിയ തിരിച്ചടിയായി ഇപ്പോൾ ഈ തീരുമാനം വന്നിരിക്കുന്നത്. വോട്ട് ചേർത്തത് അനധികൃതമായാണ് എന്ന CPMന്റെ പരാതിയിലാണിപ്പോൾ ഈ നടപടി ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതുവരെ ഉള്ള വിവരമനുസരിച്ച് വൈഷ്ണ സുരേഷിന് മത്സരിക്കാനാകില്ല, ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ല എന്നാണ്. വോട്ടർ പട്ടികയിൽ നിന്ന് വൈഷ്ണയുടെ പേര് വെട്ടിയിട്ടുമുണ്ട്. VV അരുൺ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, എന്താണ് സംഭവിച്ചത്? വൈഷ്ണ വോട്ട് ചേർക്കാൻ നൽകിയ വിലാസം, കെട്ടിട നമ്പറിലുള്ള കെട്ടിടത്തിൽ അവിടെ വൈഷ്ണ താമസമില്ല എന്നാണ് പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ചത്. അങ്ങനെയാണ് നഗരസഭ രേഖകൾ പരിശോധിച്ചത്. ആ കെട്ടിടം റഹീം ഷാ എന്ന വ്യക്തിയുടെ ഉടമസ്ഥയിലുള്ളതാണെന്ന് പിന്നീട് കണ്ടെത്തി. ഇലക്ഷൻ ചുമതല ജീവനക്കാരുടെ പരിശോധനയിലും മുട്ടട വാർഡിൽ വൈഷ്ണ താമസമില്ലെന്ന് തിരിച്ചറിഞ്ഞു. അമ്പലമുക്കിലാണ് വൈഷ്ണ താമസിക്കുന്നത്. കുടുംബ വീടെന്നാണ് വൈഷ്ണ പിന്നീട് ഇപ്പോൾ നിലപാട് എടുക്കുന്നത്. ഏതായാലും ഈ വൈഷ്ണ ഹാജരാക്കിയിട്ടുള്ള വിലാസത്തിൽ വൈഷ്ണ എന്ന താമസക്കാരി ഇല്ലെന്ന വീട്ടുടമയും ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകി. അങ്ങനെയാണ് വൈഷ്ണയുടെ വോട്ട് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള തീരുമാനം വന്നത്. പക്ഷേ വൈഷ്ണയ്ക്ക് അവിടെ മാത്രമായിരുന്നു വോട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ വൈഷ്ണയ്ക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. കോടതിയെ സമീപിക്കാനാണ് വൈഷ്ണയുടെ തീരുമാനം. രാഷ്ട്രീയമായ നീക്കമെന്ന് കോൺഗ്രസ് പറയുന്നുമുണ്ട്. പക്ഷേ കൃത്യമായി രേഖകൾ പരിശോധിച്ച ശേഷമാണ് നടപടിയെടുത്തതെന്നാണ് നഗരസഭയുടെ വിശദീകരണം. VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. ട്രാൻസ്ജെൻഡർ നേതാവിനെ ഇറക്കി തിരുവനന്തപുരം പോത്തൻകോട് ഡിവിഷൻ പിടിക്കാനാണ് UDFന്റെ നീക്കം. ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ അമയ പ്രസാദ് ആകും കോൺഗ്രസ് സ്ഥാനാർത്ഥി ആയി ഇവിടെ മത്സരരംഗത്തിറങ്ങുക. പോത്തൻകോട് ഇത്തവണ കൈപ്പത്തി ഉയരുമെന്ന പ്രതീക്ഷയിലാണ് അമയ പ്രസാദ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി പാർട്ടി ചിഹ്നത്തിൽ ഒരു ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥി മത്സരിക്കുകയാണ്. മറ്റാരുമല്ല, തിരുവനന്തപുരത്തെ പോത്തൻകോട് ഡിവിഷനിൽ നിന്ന് ട്രാൻസ്ജെൻഡർ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ അമയ പ്രസാദ് ജനവിധി തേടുകയാണ്. ഒരുപക്ഷെ സംസ്ഥാനത്ത് ആദ്യമായാകും ഒരു പാർട്ടി ചിഹ്നത്തിൽ ഒരു ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് സ്ഥാനാർത്ഥിയാകുന്നത്. എന്തായാലും അമയ നമ്മളോടൊപ്പം ചേരുന്നു. ഒരു അഭിമാനിക്കാവുന്ന കാര്യമാണ്. കാരണം
വലിയ തരത്തിൽ തർക്കങ്ങളാണ് സീറ്റിന് വേണ്ടി. അതിനിടയിൽ നിങ്ങൾക്കൊരു പരിഗണന നൽകാൻ പാർട്ടി തയ്യാറായി എന്ന് പറയുന്നത് തന്നെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും വലിയ കാര്യം തന്നെയാണ്. പാർട്ടിയിൽ ട്രാൻസ്ജെൻഡർ കോൺഗ്രസിൽ വന്നിട്ട് ഇപ്പോൾ 8 വർഷത്തോളം ആവുന്നുണ്ട്. പാർട്ടിയുടെ ഫൗണ്ടിങ് സമയം മുതലേ ഉണ്ട്. പിന്നെ ജില്ലാ പ്രസിഡന്റായി, പിന്നെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റായി, ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് 8 മാസം കൊണ്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. പാർട്ടിയിൽ നല്ല സജീവമായി നിൽക്കുന്നുണ്ട്. അപ്പം രാഷ്ട്രീയത്തിൽ നമ്മുടെ കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കന്മാർ, ഇപ്പോൾ KC വേണുഗോപാലായിരുന്നാലും, രമേശ് ചെന്നിത്തല സാർ, VD സതീശൻ, അതുപോലെ തന്നെ എല്ലാവരും, ഇപ്പോൾ നമ്മുടെ DCC പ്രസിഡന്റ് ശക്ത സാർ, മുരളീധര സാർ, ഇവരെല്ലാവരും നമ്മൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന നേതാക്കന്മാരാണ്. അപ്പോൾ അവരുടെ ഒരു ആഗ്രഹം തന്നെയായിരുന്നു നമ്മളെ സംബന്ധിച്ച് ഒരാൾ വരണം എന്നുള്ളത്. ഇപ്പൊ നമ്മൾ 6 സീറ്റ് ചോദിച്ചു, കേരളത്തിൽ മൊത്തമായിട്ട് 6 സീറ്റ് ചോദിച്ചപ്പോൾ അവർ 3 സീറ്റാണ് തരാമെന്നുള്ള ഒരു ഇതെന്ന്. പിന്നെ നമ്മളുടെ ഒരുപാട് പ്രയത്നിച്ചു, ഒരുപാട് അതിനകത്ത് അവരുമായിട്ട് ഒരുപാട് വാക്കുപോരൊക്കെ ഉണ്ടായിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു 3 സീറ്റ് നമുക്ക് ഇത് ഉണ്ടായത് തന്നെ വരുന്നത്. അതിൽ ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് പോത്തങ്കോട് ഡിവിഷനിൽ എനിക്ക് ഒരു സ്ഥാനാർത്ഥിയായി നിർത്തി. ഇന്നലെ തന്നെയാണ് അതിന്റെ ഇത് വന്നത്. ഓക്കെ, ഇതിൽ എടുത്ത് ചോദിക്കേണ്ട കാര്യം, നിലവിൽ LDFന്റെ ഒരു ഡിവിഷനാണ്, LDF സീറ്റാണ്. അപ്പോൾ അവിടെ ഏത് തരത്തിൽ ഒരു കടുത്ത മത്സരം കാഴ്ചവെക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ? നല്ല രീതിയിൽ LDF സീറ്റാണെന്ന് പറഞ്ഞാൽ അവിടെ LDFിലെ എല്ലാ ജനങ്ങളും അവിടുത്തെ ഇപ്പോഴത്തെ ഭരണം തന്നെ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ, എന്താണ് LDF സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. അപ്പൊ തീർച്ചയായിട്ടും അത് അവർ മടുത്ത് കാണും. അപ്പൊ തീർച്ചയായിട്ടും ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി വരണമെന്ന് അവിടുത്തെ ജനങ്ങൾ തന്നെ വിചാരിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സമയത്തേക്ക് എന്നെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയതിൽ സന്തോഷമുണ്ട്. അപ്പൊ പ്രചാരണം എങ്ങനെയാണ്, എപ്പോഴാണ് അവിടെ ഒരു ആക്റ്റീവായിട്ടുള്ള പ്രചാരണം തുടങ്ങുന്നത്? തീർച്ചയായിട്ടും ആക്റ്റീവായിട്ട് നല്ല രീതിയിൽ തന്നെ പ്രചരണം ഉണ്ടാവും. ഈ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് നേതൃത്വമടക്കം ഈ അവിടെ നിങ്ങളുടെ പ്രചാരണത്തിനായി പ്രത്യേക എന്തെങ്കിലും ഒരു ഫോർമാറ്റ് തയ്യാറാക്കുന്നുണ്ടോ? നേതാക്കളൊക്കെ ഈ പ്രചാരണത്തിന് എത്തുന്നതുമായി ബന്ധപ്പെട്ടോ അങ്ങനെ എന്തെങ്കിലും? നേതാക്കന്മാർ, അതെ, നമ്മളിപ്പോ അവിടുന്ന് DCC നിന്ന് അറിയിക്കും. DCC പ്രാദേശികമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയിച്ച് അവിടുത്തെ ബ്ലോക്ക് പ്രസിഡന്റും വാർഡ് പ്രസിഡന്റും മണ്ഡലം പ്രസിഡന്റും എല്ലാവരും കൂടെ ചേർന്ന് അവിടുത്തെ ജനങ്ങൾ, അവിടുത്തെ നമ്മളുടെ കോൺഗ്രസിന്റെ തന്നെ എത്രയോ വർഷമായിട്ട് കോൺഗ്രസിൽ നല്ല സജീവമായി പ്രവർത്തിക്കുന്ന പോത്തങ്കോട് ഡിവിഷനിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ വിളിച്ചിരുന്നു. അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അവരൊക്കെ ഞാൻ എപ്പോ അവിടെ ചെന്നതിന് ശേഷം അവർ എന്റെ കൂടെ എല്ലാത്തിനും നല്ല ആത്മാർത്ഥമായിട്ട് കൂടെ നിൽക്കും, എല്ലാത്തിനും കൂടെ ഉണ്ടാവും. അവിടുത്തെ ജനങ്ങൾ എന്റെ കൂടെ ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം എല്ലാ ആശംസകളും. പോത്തങ്കോട് ചരിത്രം പറയട്ടെ. ക്യാമറമാൻ അരുണിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. കോഴിക്കോട് DCC സെക്രട്ടറി NV ബാബുരാജ് BJPയിലേക്ക്. സ്ഥാനാർത്ഥി നിർണയത്തിൽ KPCC മാർഗരേഖ അട്ടിമറിച്ചു എന്നാരോപിച്ച ബാബുരാജ് DCC സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു. BJP മതേതര പാർട്ടിയെന്നും മോദി ലോക നേതാവെന്നും ബാബുരാജ് പുകഴ്ത്തി. മോദിയെ സ്തുതിച്ച ബാബുരാജിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ പ്രതികരിച്ചു. എരഞ്ഞിപ്പാലമടക്കം കോഴിക്കോട് കോർപ്പറേഷന്റെ പല ഡിവിഷനുകളിലും KPCC മാർഗരേഖ ലംഘിച്ചു എന്നാരോപിച്ചാണ് NV ബാബുരാജ് പാർട്ടി വിട്ടിരിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിൽ CPMഉം കോൺഗ്രസുമായി അവിശുദ്ധ ബന്ധമുണ്ട് എന്നും അദ്ദേഹം ആരോപിക്കുന്നു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹം പാർട്ടിയുടെ എല്ലാ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നും രാജിവെക്കുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ സിസ്റ്റത്തിലുള്ള ചില ആളുകളുടെ താല്പര്യത്തിനനുസരിച്ച് ഈ എരഞ്ഞിപ്പാലം വാർഡ് യാതൊരു മാനദണ്ഡവും പാലിക്കാതെ, വാർഡുമായി ബന്ധമില്ലാത്ത, പാർട്ടിയിൽ ഇപ്പോൾ ഒരു പദവിയുമില്ലാത്ത ഒരു കക്ഷിക്ക് നൽകിയതിൻ്റെ പ്രതിഷേധമാണ് ഞാൻ ഈ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി സ്ഥാനവും പ്രാഥമിക അംഗത്വവും രാജിവെച്ചതായി അറിയിക്കുന്നു. രാജ്യപ്രഖ്യാപനത്തിനൊപ്പം നരേന്ദ്രമോദിയെയും BJPയെയും പൂഴ്ത്തുന്നതിനും അദ്ദേഹം മടിച്ചില്ല. മതേതര പാർട്ടിയാണ് BJP, ലോകത്തെ ഏറ്റവും കരുത്തുറ്റ നേതാവാണ് നരേന്ദ്രമോദിയെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ പോലുള്ള ഒരു ലോക ജനസംഖ്യയിൽ 2ാം സ്ഥാനത്തുള്ള ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടി ഭരണത്തിരിക്കുന്ന പാർട്ടി BJPയാണ്. BJPയോട് ആർക്കും അകൽച്ചയൊന്നുമില്ല. ഇപ്പോൾ ലോകത്തിന്റെ നേതാവാണ് മോദി, ഇന്ത്യന്റെ അല്ല. ഉള്ള കാര്യങ്ങളൊന്നും അടിസ്ഥാനമില്ലെന്ന് ബീഹാർ തെരഞ്ഞെടുപ്പ് തെളിയിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും കഴിഞ്ഞല്ലേ, 2 അക്കം തയ്ക്കാൻ പറ്റിയിട്ടില്ല. വലിയ ഭാവി അക്കാര്യത്തിലില്ല. ഭാവി കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു മണ്ണിൽ അലിഞ്ഞു ചേർന്ന പ്രസ്ഥാനം തന്നെയാണ് കോൺഗ്രസ്. പക്ഷെ നശിപ്പിക്കുന്ന ഇവിടുത്തെ നേതാക്കന്മാരാ. എന്നാൽ ബാബുരാജിന്റെ പക്കൽ നിന്നും രാജിക്കത്ത് കിട്ടിയിട്ടില്ല എന്നാണ് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ പ്രതികരിച്ചത്. മോദി സ്തുതിയും BJPയെ പുകഴ്ത്തുകയും ചെയ്ത ബാബുരാജിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മാർഗരേഖ ലംഘിച്ചുവെന്ന് പരാതിയുള്ളവർ BJPയെ പുകഴ്ത്തുകയല്ല വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. മാർഗരേഖയൊക്കെ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിഹാരം BJP സ്തുതിക്കലാണെന്ന് പറഞ്ഞാൽ
അത് യോജിക്കാനാവോ? എനിക്ക് രാജിക്കത്തൊന്നും കിട്ടിയിട്ടില്ല. 100% നടപടിയെടുക്കും. 100% പ്രാഥമിക അംഗത്തിന് പുറത്താക്കും. ഉറപ്പ്. ഒരിക്കലും പാടില്ലാത്ത BJP ഉണ്ടായിരിക്കുന്നത്. അതിപ്പോൾ ഞാൻ KPCC നേതൃത്വവുമായി സംസാരിച്ച് പ്രാഥമിക അംഗത്തിന് പുറത്താക്കാനുള്ള ശുപാർശ കൊടുക്കാൻ പോകുന്നു. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ പൊട്ടിത്തെറികളാണ് കോൺഗ്രസിൽ നടക്കുന്നത്. നേരത്തെ അയൂബ് അടക്കമുള്ള പ്രാദേശിക നേതാക്കൾ കോൺഗ്രസ് വിട്ടിരുന്നു. സിറ്റിംഗ് കൗൺസിലറായ അൽഫോൺസ കൗൺസിലർ സ്ഥാനം രാജിവെച്ച് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരുങ്ങുകയും ചെയ്യുന്നു. ഇതിന് പിന്നാലെയാണ് DCC സെക്രട്ടറി രാജിവെച്ചിരിക്കുന്നത്. അടുത്ത വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതോടുകൂടി കൂടുതൽ ആളുകൾ കലാപക്കൊടി ഉയർത്തുമെന്ന സൂചനകൾ തന്നെയാണ് പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്നതും. കൊച്ചിൻ കോർപ്പറേഷൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ മുൻ മന്ത്രി ഡൊമിനിക് പ്രസന്റേഷനും ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിനുമെതിരെ ഗുരുതര ആരോപണവുമായി മുൻ കൌൺസിലർ ബാസ്റ്റിൻ ബാബു. ഡൊമിനിക് കോൺഗ്രസിനെ ബാധിച്ച ക്യാൻസർ എന്ന് ബാസ്റ്റിൻ തുറന്നടിച്ചു. സ്ത്രീകളടക്കമുള്ള അടുപ്പക്കാർക്കാണ് ഡൊമിനിക് സീറ്റ് നൽകിയത്. പശ്ചിമ കൊച്ചിയിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയുണ്ടാകും. DCC പ്രസിഡന്റ് അടക്കമുള്ളവർ അനീതിക്ക് കൂട്ടുനിൽക്കുന്നതായും ഇതിൽ പ്രതിഷേധിച്ചാണ് താൻ ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചതെന്നും ബാസ്റ്റിൻ ബാബു ന്യൂസ് 18നോട് പറഞ്ഞു. കൊച്ചി കോർപ്പറേഷനിൽ ഇപ്പോൾ UDF പട്ടിക ഏതാണ്ട് പൂർണ്ണമായിട്ട് തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികകളിലേക്കെല്ലാം കടക്കുമ്പോൾ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇത്തവണ പൊട്ടിത്തെറികളില്ലാതെ ഞങ്ങൾ പട്ടിക അവതരണം എല്ലാം തന്നെ നടത്തും. അതിൽ കൗൺസിലർമാർ എല്ലാവരിലും തന്നെ ഒരു പ്രാതിനിധ്യം നൽകിയിരിക്കുന്നു എന്നാണ്. പക്ഷേ അത്തരം വാക്കുകളെല്ലാം തന്നെ ഇല്ലാതായിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ കൊച്ചിൻ കോർപ്പറേഷനിലെ ഈ സ്ഥാനാർത്ഥി നിർണ്ണയം സംബന്ധിച്ച വലിയ രീതിയിലുള്ളൊരു പരാതികൾ കോൺഗ്രസിന് അകത്ത് തന്നെ ഉണ്ടാകുന്നു. അതിൻ്റെ ഒരു പ്രതീകമെന്നോണം തന്നെ മുൻ കൗൺസിലർ ഇപ്പോൾ കോൺഗ്രസിൽ തന്നെ രാജിവെച്ചിരിക്കുന്നു എന്നതാണ്. കോൺഗ്രസിൻ്റെ 10ാം ഡിവിഷനിലെ കൗൺസിലറായ ബാസ്റ്റിൻ ബാബു അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് തന്നെ ഇപ്പോൾ രാജിവെക്കുന്നു. എന്താണ് ഈ രാജിക്കുള്ളൊരു കാരണം? ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നേ ഒരു മികച്ചൊരു ട്രെൻഡ് ഈ ഒരു കൊച്ചിയിലുണ്ടായിരുന്നു. കാരണം കോൺഗ്രസിൽ മികച്ച ഭൂരിപക്ഷത്തിലൂടെ അധികാരത്തിൽ വരുന്നതൊരു പർവ്വതത്തിന്റെ മുകളിൽ നിൽക്കുന്നൊരു ഫീൽഡിലാണ് കോൺഗ്രസ് നിന്നിരുന്നത്. പക്ഷെ ഇന്നലെ വൈകിട്ടത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ ഫൈനൽ ലിസ്റ്റ് കൂടെ വന്നപ്പോഴത്തേക്കും അത് നേരെ ഭൂമിക്കടിയിൽ പാതാളത്തിലേക്ക് പോയൊരവസ്ഥ ആണുള്ളത്. കാരണം ഇന്നത്തെ ലിസ്റ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. മൊത്തം ലിസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്താൽ തന്നെ മനസ്സിലാവും. കൊളസ്ട്രോളും ഷുഗറും പ്രഷറും ഉള്ളൊരു ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. കാരണം എല്ലാം വെറ്ററൻസ് ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. ഒരു യുവാക്കൾക്ക് പോലും പ്രാതിനിധ്യമില്ലാത്ത ഒരു ലിസ്റ്റ്. KSU, യൂത്ത് കോൺഗ്രസ്, അങ്ങനെ ഒരുപാട് ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് യുവാക്കൾ ഈ നാട്ടിലുണ്ട്. അവർക്കൊന്നും ഒരു പ്രാധാന്യം കൊടുത്തിട്ടില്ല. പിന്നെ സ്വാഭാവികമായിട്ടും അവർക്ക് വേണ്ടി ഞാൻ എൻ്റെ സ്ഥാനം മാറ്റിവെച്ച് അവർക്ക് അവസരം കൊടുക്കണമെന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. എന്നിട്ട് പോലും അവർക്ക് അവസരം കൊടുക്കും. ബാസിന് അവിടെ മത്സരിക്കണം, ബാസിന് ഒരു സീറ്റ് തിരിച്ചു പിടിക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് അപേക്ഷ എഴുതി വാങ്ങിച്ച് DCC പ്രസിഡന്റ് ഷിയാസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഉറപ്പായിട്ട് അവിടെ മത്സരിച്ച് അത് തിരിച്ചു പിടിക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്നലെ വൈകിട്ട് ലിസ്റ്റ് വന്നപ്പോഴത്തേക്കും എന്നെ വരെ വെട്ടിമാറ്റിയേക്കുന്ന അവസ്ഥ. എനിക്കതിലെ പരാതിയും വിഷമവും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷെ മൊത്തം ലിസ്റ്റ് നോക്കുമ്പോഴത്തേക്കും യുവത്വത്തിനെ പാടെ വെട്ടിമാറ്റിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിക്ക് പോലും ഒരു വിലയില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ഒരു ഭാരവാഹിക്ക് പോലും ഇവിടെ ഒരു സീറ്റ് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ പശ്ചിമോച്ചി മേഖലയിലാണല്ലോ കൂടുതലായിട്ട് ഈ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ആരാണ് ഇതിന്റെ പിന്നിൽ? ഇതിന്റെ പിന്നിൽ ഡൊമിനിക് പ്രസന്റേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ക്യാൻസറാണ്. അതായത് നമ്മുടെ കൊച്ചിയിലെ മുൻ മന്ത്രി സംഭവമൊക്കെ തന്നെയാണ്. കാര്യം ഇവിടെ 8 നില പൊട്ടിപ്പോയതാണ്. കയ്യിലിരിപ്പോണ്ട് തന്നെ 8 നില പൊട്ടിപ്പോയതാണ്. അത് പിന്നെ പുള്ളി അതിന്റെ മേലെ കയറി ഇരുന്നിട്ട് ഈ കാണിക്കുന്നത്. കാരണം കൊച്ചിയിലെ കോൺഗ്രസിന്റെ ഒരു ക്യാൻസർ തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വ്യക്തി വൈരാഗ്യം തീർത്തൊരു രീതിയാണ് ഇന്നലെ കണ്ടത്. അപ്പൊ ഇനിയും ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കണേ. കൊച്ചിയിലേക്ക് വീണ്ടും MLA വരാൻ വേണ്ടി റെഡിയായിട്ട് ഡ്രസ്സൊക്കെ തയ്പ്പിച്ചിരിക്കണ ആള്. മുന്നൊരുക്കത്തിന്റെ രീതിയിലാണ് അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട വനിതാ സഹപ്രവർത്തകർക്കൊക്കെ എല്ലാവർക്കും സീറ്റ്. യുവാക്കൾക്കൊന്നും സീറ്റില്ല. അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട എല്ലാ വനിതാ പ്രവർത്തകർക്കും സീറ്റ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഡൊമിനിക് പ്രസന്റേഷനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉയർത്തിയിരിക്കുന്നത്. മലപ്പുറം പൊന്മുണ്ടത്ത് മുസ്ലിം ലീഗ് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ കോൺഗ്രസ് പദയാത്ര. നവ പൊന്മുണ്ടം നിർമ്മിതി യാത്ര എന്ന പേരിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയാണ് പദയാത്ര സംഘടിപ്പിച്ചത്. തെരഞ്ഞെടുപ്പിൽ 2 പാർട്ടികളും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന പഞ്ചായത്താണ് പൊന്മുണ്ടം. ലീഗും കോൺഗ്രസും നല്ല ഐക്യത്തിൽ പോകുന്ന മലപ്പുറത്ത് പൊന്മുണ്ടം ഇരു മുന്നണികൾക്കും തലവേദനയാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇവിടെ UDFും കോൺഗ്രസും പരസ്പരം ഏറ്റുമുട്ടുന്ന അവസ്ഥ നിലനിൽക്കുന്നു. സമവായ ശ്രമങ്ങൾ UDFിന്റെ ജില്ലാ നടത്തിയ സമവായ ശ്രമങ്ങൾ പോലും പരാജയപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസും ലീഗും
തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരസ്പരം മത്സരിക്കുമെന്ന് തന്നെയാണ് വ്യക്തമായിരിക്കുന്നത്. ഇതിപ്പോൾ ലീഗിന്റെ ഭരണത്തിനെതിരെ കോൺഗ്രസിന്റെ പദയാത്രയും നവനിർമ്മിതി യാത്ര എന്ന പേരിൽ പൊന്മുണ്ടത്ത് നടന്നു. പ്രാദേശിക നേതാക്കളൊക്കെ തന്നെ ഈ ഒരു യാത്രയുടെ ഭാഗമാവുകയും ഓരോ വാർഡിലൂടെയും യാത്ര സഞ്ചരിക്കുകയും ചെയ്തു. അതേസമയം തന്നെ കോൺഗ്രസും ഇടതുപക്ഷവും ലീഗിനെതിരെ കൈകോർത്ത് മത്സരിക്കുന്ന സാഹചര്യമാണ് ഇവിടെയുള്ളത്. ഇരു പാർട്ടികളും സ്വതന്ത്ര ചിഹ്നത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയായിരിക്കും ലീഗിനെതിരെ മത്സരിക്കുക. മുൻപും ഇതുപോലെ തന്നെ ലീഗിനെതിരെ ഇവിടെ ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ ഒരുമിച്ച് മത്സരിച്ച സാഹചര്യമുണ്ട്. പക്ഷേ അതൊന്നും വിജയം കണ്ടിട്ടില്ല. കഴിഞ്ഞ 15 വർഷമായി ലീഗ് തന്നെയാണ് ഇവിടെ വിജയിക്കുന്നത്. 2005 ഏറ്റവും അവസാനമായിട്ട് ലീഗ് ഈ പഞ്ചായത്തിൽ തോൽവി അറിഞ്ഞിട്ടുള്ളത്. സമാനമായ തോതിൽ തന്നെ ഒരു വിജയം നേടാനാണ് ഇപ്പോൾ ഇടതുപക്ഷവും കോൺഗ്രസും ഒരുമിച്ച് മത്സരിച്ച് ലീഗിനെതിരെ പോരാടാൻ തയ്യാറായിരിക്കുന്നത്. എന്നാണെങ്കിലും ലീഗിനെതിരെയുള്ള ഈ ഒരു കോൺഗ്രസിന്റെ പടയൊരുക്കം മറ്റ് പഞ്ചായത്തുകളിലൊക്കെ തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടായെങ്കിലും അതൊക്കെ ഒരുവിധം പരിഹരിക്കുവാൻ UDFന്റെ ജില്ലാ നേതൃത്വത്തിന് സാധിച്ചിരുന്നു. ഇനിയും പരിഹരിക്കാനുള്ള പ്രശ്നങ്ങൾ ഇന്നും നാളെയുമായി ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന പ്രതീക്ഷയാണ് നേതൃത്വത്തിനുള്ളത്. പക്ഷേ പൊന്മുണ്ടം തലവേദനയായിട്ട് UDFന് മുൻപിൽ നിലനിൽക്കുകയാണ്. ഇവിടെ ലീഗും കോൺഗ്രസും പരസ്പരം ഏറ്റുമുട്ടുമെന്നും വ്യക്തമായി കഴിഞ്ഞു. മലപ്പുറത്ത് നിന്നും CB അനുമോദ്, ന്യൂസ് 18. തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ നിമ്മി റപ്പായി രാജിവെച്ചു. സ്ഥാനാർത്ഥിത്വം നിരസിച്ചതിനെ തുടർന്നാണ് രാജി. കോൺഗ്രസ് കൗൺസിലറായിരുന്നു നിമ്മി റപ്പായി. കണ്ണൂരിൽ കോൺഗ്രസിനെതിരെ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ മുൻ കൗൺസിലർ TC താഹ കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനങ്ങളിൽ നിന്നും അകറ്റി നിർത്തുന്നതിൽ പ്രതിഷേധിച്ചാണ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചതെന്ന് TC താഹ പറഞ്ഞു. കോർപ്പറേഷന്റെ 19 പള്ളിപ്പോയിൽ ഡിവിഷനിലാണ് സ്വതന്ത്രനായി മത്സരിക്കുന്നത്. കണ്ണൂർ കോർപ്പറേഷനിലെ 19ാം ഡിവിഷൻ പള്ളിപ്പൊയിൽ എന്ന് പറയുന്ന വാർഡിലാണ് മത്സരിക്കാൻ പോകുന്നത്. അഴിമതിക്കെതിരെ ഒരു പോരാട്ടം എന്നുള്ളതാണ് ലക്ഷ്യം. വികസന ഒരു കുതിപ്പോടുകൂടിയുള്ള നല്ലൊരു കോർപ്പറേഷനാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതിൻ്റെ ഉദ്ദേശത്തോടു കൂടിയാണ് മത്സരിക്കുന്നത്. പിന്തുണ ജനങ്ങളുടെ പിന്തുണയും ആര് ഞങ്ങളെ പിന്തുണക്കുന്നു, ഈ അഴിമതിരഹിത കോർപ്പറേഷന് ഭരണകൂടത്തെ സൃഷ്ടിക്കുന്നതിന് ആര് പിന്തുണക്കുന്നു അവരുടെയൊക്കെ പിന്തുണ സ്വീകരിക്കും. കോൺഗ്രസുമായിട്ട് അഭിപ്രായ വ്യത്യാസം എന്നല്ല, കോൺഗ്രസിൽ നിന്നും ഞങ്ങളെ അകറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. ചില കോൺഗ്രസിൻ്റെ കോക്കസുകൾ അവരുടെ കയ്യിലാണ് ഇന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഉള്ളത്. അപ്പോൾ കണ്ണൂർ പാലത്തായി പീഡനക്കേസിൽ BJP നേതാവ് പത്മരാജനെതിരായ ശിക്ഷാവിധി 3 മണിക്ക് പ്രഖ്യാപിക്കും. പ്രതിക്കെതിരെ കൃത്യമായ തെളിവുണ്ടെന്നും ബലാത്സംഗ കുറ്റം തെളിഞ്ഞുവെന്നും കോടതി കണ്ടെത്തി. തലശ്ശേരി പോക്സോ പ്രത്യേക കോടതിയാണ് വിധി പറയുന്നത്. 4ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലാണ് വിധി. പത്മരാജന് പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. KV ബൈജു വിവരങ്ങളുമായി ചേരുന്നു. ബൈജു, 2020 5 വർഷം മുമ്പാണ് ഈ സംഭവം നടന്നത്. വലിയ ഞെട്ടലുണ്ടാക്കിയ സംഭവമാണ്. ഇന്ന് ശിക്ഷാവിധി വരുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും അശ്വതി, രാഷ്ട്രീയമായി ഏറെ കൊള്ളിളക്കമുണ്ടായ ഒരു കേസിലാണ് ഇപ്പോൾ ശിക്ഷാവിധി വരുന്നത്. ഉച്ചയ്ക്ക് 3 മണിക്ക് ഇതിന് ശിക്ഷാവിധി പ്രസ്താവിക്കുമെന്നാണ് തലശ്ശേരി അതിവേഗ പോക്സോ കോടതി ജഡ്ജി പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഈ പത്മരാജനോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ചോദിച്ചു. ഇതിൽ പത്മരാജൻ പ്രധാനമായും പറഞ്ഞത് തനിക്ക് വീട്ടിൽ ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഒപ്പം പ്രായമായ അച്ഛനും അമ്മയും ഉണ്ടെന്നാണ്. മാത്രമല്ല, ഈ തന്റെ കുടുംബം ആത്മഹത്യ ചെയ്താൽ അതിന് ഉത്തരവാദി SDP ആയിരിക്കും എന്ന ഒരു കാര്യം കൂടി കോടതി പറഞ്ഞു. എന്തായാലും പ്രോസിക്യൂഷൻ ഇതിൽ കൃത്യമായി മറുപടി വാദമുന്നയിച്ചു. അതായത് ഇതെല്ലാം നേരത്തെ വിചാരണ വേളയിൽ
വന്ന കാര്യങ്ങളാണ്, അത് തള്ളിയ കാര്യങ്ങളാണ് ഇത്തരം കാര്യങ്ങളെന്നാണ് പറഞ്ഞത്. അതുമാത്രമല്ല ഈ ഇത്തരത്തിൽ ഈ കുട്ടിയുടെ വളരെ പാവപ്പെട്ട കുടുംബത്തിൽ വരുന്ന ഒരു കുട്ടിയാണ്, കുട്ടിക്ക് അച്ഛനില്ല, അങ്ങനെയുള്ള ഒരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിച്ച് പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകണമെന്ന ഒരു ആവശ്യമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. എന്തായാലും ഈ കാര്യത്തിൽ കോടതി വ്യക്തമാക്കിയത് ഇതിൽ കൃത്യമായ തെളിവുകളുണ്ട് എന്നാണ്. പോക്സോ മെറിറ്റ് പ്രകാരമാണ് ഈ ശിക്ഷാവിധി ഉണ്ടാകുന്നതെന്നും അതല്ലാതെ ഇത് കേസ് കെട്ടിച്ചമച്ചതാണെന്നുള്ള ആരോപണം തള്ളുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ 2020 ജനുവരി അതുപോലെ തന്നെ ഫെബ്രുവരി ഈ 2 മാസങ്ങൾക്കിടയിൽ 3 തവണ ഈ സ്കൂളിലെ ശുചിമുറിയിൽ നിന്നും അധ്യാപകൻ കൂടിയായ ഈ BJP പ്രാദേശിക നേതാവ് കൂടിയായ പത്മരാജൻ ഇത്തരത്തിൽ ഈ കുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് കേസ്. ഇതിൽ കൃത്യമായ ശാസ്ത്രീയമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ഹാജരാക്കാൻ സാധിച്ചു. 5 വർഷത്തിന് ശേഷമാണ് ഈ വിധി വരുന്നത്. എന്തായാലും 4 സംഘങ്ങളാണ് മാറി മാറി കേസ് അന്വേഷിച്ചത്. ഏറ്റവും ഒടുവിൽ തളിപ്പറമ്പ് DYSP ആയിരുന്ന രത്നകുമാർ, TK രത്നകുമാറാണ് ഈ കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത്. 49ഓളം സാക്ഷികളെ ഹാജരാക്കിയിരുന്നു. ശാസ്ത്രീയമായ തെളിവുകൾ കൃത്യമായി ഹാജരാക്കാൻ സാധിച്ചു. പ്രതി കുറ്റക്കാരനാണ്. ഇന്നലെയാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. 3 മണിക്ക് ഇതിന് ശിക്ഷാവിധി ഉണ്ടാകും. അശ്വതി. മലയാളി താരം സഞ്ജു സാംസൺ ഇനി ചെന്നൈ സൂപ്പർ കിങ്സിൽ. ആരാധകർ കാത്തിരുന്ന പ്രഖ്യാപനം ചെന്നൈ സമൂഹ മാധ്യമത്തിലൂടെയാണ് സ്ഥിരീകരിച്ചത്. രവീന്ദ്ര ജഡേജയും ഇംഗ്ലണ്ട് താരം സാം കറനും ചെന്നൈയിൽ നിന്ന് രാജസ്ഥാൻ റോയൽസിലും എത്തി. MG മിഥുൻ വിവരങ്ങളുമായി ചേരുന്നു. മിഥുൻ, വണക്കം എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെന്നൈയിലേക്ക് സഞ്ജു സാംസണെ സ്വീകരിച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായ പോസ്റ്റുകൾ ഇങ്ങനെ വരും. അശ്വതി, ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായിട്ട് ഉണ്ടായിരിക്കുന്നത്. റിട്ടൻഷൻ ദിവസം ഇന്ന് അവസാനിക്കാൻ ഇരിക്കെയാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ CSK തന്നെ പങ്കുവെക്കുകയും ചെയ്തിരിക്കുന്നത്. സഞ്ജുവിനെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിച്ചതോടുകൂടി രവീന്ദ്ര ജഡേജയും ഒപ്പം തന്നെ സാം കറിനെയും രാജസ്ഥാന് കൈമാറിയിരിക്കുന്നു. ഇനി മുതൽ രവീന്ദ്ര ജഡേജയും സാം കറിനും രാജസ്ഥാന് വേണ്ടി അടുത്ത സീസണിൽ കളിക്കുകയും ചെയ്യും. ഏറെ അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സഞ്ജു ഉടൻ തന്നെ CSKയിലേക്ക് വരും, ക്യാപ്റ്റനാകുമെന്നുള്ള രീതിയിൽ വ്യാപക പ്രചരണമൊക്കെ ഉണ്ടായിരുന്നു. അത് ഏറെക്കുറെ ഉറപ്പിക്കുകയും ചെയ്തതായിരുന്നു. എന്നാൽ ഔദ്യോഗിക പ്രതികരണമോ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ളൊരു സ്ഥിരീകരണമോ വരാത്തത് കൊണ്ട് തന്നെയാണ് ഇത് വൈകിപ്പോയത്. ഇന്നിപ്പോൾ അവർ ഔദ്യോഗികമായി ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി മുതൽ സഞ്ജു സാംസൺ മഞ്ഞക്കുപ്പായത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് ഒപ്പം ഈ ഭാഗമാവുകയും ചെയ്യും. ഒപ്പം തന്നെ വളരെ ആരാധക വൃന്ദങ്ങളുള്ള ഒരു താരം കൂടിയാണ് സഞ്ജു സാംസൺ എന്നുള്ളത്. പ്രത്യേകിച്ച് MS ധോണിയുടെ കീഴിൽ കളിക്കാനാകുമെന്നുള്ള പ്രതീക്ഷയൊക്കെ നേരത്തെ താരം തന്നെ പങ്കുവെക്കുകയും ചെയ്തതാണ്. പ്രത്യേകിച്ച് ഈ ഒരു കടന്നുവരവ് ചെന്നൈയെ സംബന്ധിച്ച് കഴിഞ്ഞ 2 സീസണുകളിലായി ഓപ്പണിംഗ് പെയറിലോ അല്ലെങ്കിൽ മുൻനിരയിലോ ഒക്കെ തന്നെ കൃത്യമായ രീതിയിൽ കളിക്കാനോ അല്ലെങ്കിൽ മുന്നേറ്റം നടത്താനോ പറ്റാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അത്രത്തോളം പ്ലേയേഴ്സിൻ്റെ ഒരു അഭാവം ചെന്നൈ നേരിടുന്നുണ്ടായിരുന്നു. മറ്റൊന്ന്, വിക്കറ്റ് കീപ്പറുടെ ഒരു റോൾ എന്ന രീതിയിൽ കൂടിയായിരിക്കും സഞ്ജു ഇപ്പോൾ ചെന്നൈയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എന്ന രീതിയിൽ സഞ്ജു കളിക്കളത്തിലിറങ്ങും. പ്രത്യേകിച്ച് മഹേന്ദ്ര സിംഗ് ധോണി ഈ ഒരു അൺക്യാപ്ഡ് പ്ലെയറായിട്ട് കാലങ്ങൾ കുറച്ചായി അദ്ദേഹം ഈ അടുത്ത സീസണോട് കൂടി ഈ ക്രിക്കറ്റിനോട് വിട പറയുമെന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റോള് വഹിക്കാൻ സഞ്ജു തന്നെയായിരിക്കും രംഗത്തിറങ്ങുക എന്നുള്ളതാണ്. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ ക്യാപ്റ്റൻസിയിലേക്കൊക്കെ കടക്കുക. നിലവിലെ സാഹചര്യത്തിൽ ഋതുരാജ് ഗെയ്ക്വാദ് തന്നെയായിരിക്കും ചെന്നൈ ടീമിനെ നയിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി സ്വർണ്ണനിര. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 11,465 രൂപ, പവന് 91,720 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 9,470 രൂപ, പവന് 75,760 രൂപ. വെള്ളി ഗ്രാമിന് 170, കിലോയ്ക്ക് 1,70,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. ഇനി സ്പോട്ട് ലൈവിൽ എൽദോ പോൾ പുതുശ്ശേരി ചേരും. നമസ്കാരം.